മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ചിന്ത മറവി സംഭവിച്ചാൽ, വലിയൊരു മുതലാളി സ്വന്തം വീട്ടിലേക്ക് എന്നും 5 മിനിറ്റ് 10 മിനിറ്റിനകം എത്തുന്നൊരു മുതലാളി 4 മണിക്കൂർ സിറ്റിയിലൂടെ കറങ്ങുകയാണ്. അവസാനം എങ്ങനെയോ മകൻ അത് കണ്ടറിഞ്ഞ് വാപ്പയെ പിന്തുടർന്ന് വാപ്പയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി വാപ്പ? മോനെ, വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നുപോയി. വലിയ പൈസക്കാരനാണ്, ഒരുപാട് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തുപോയി UK പോയി പഠിച്ചു വന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി. എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ പോലും അധികാരം, അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണം, അതിൻ്റെ സമയം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമായിരുന്നു. അള്ളാഹുവിനാണ് അധികാരം. ഇതല്ലാഹു പഠിപ്പിക്കുകയാണ്. മാലിക്കുൽ മുൽക്ക്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. നബിയേ, അങ്ങ് പറയുക, അല്ലാഹുവേ മാലിക്കൽ മുൽക്ക്, അധികാരത്തിലുള്ള സർവ്വതിൻ്റെയും. എന്താണ് അധികാരം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ, നിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുഴുവൻ അധികാരം നിൻ്റെ കയ്യിലാണ്. തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നിൻ്റെ അധികാരം നീ നൽകുന്നുണ്ട്. നിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞുകൂടാ, അതിൻ്റെ ഒരു അംശം എന്നും പറയാൻ വയ്യ. മനുഷ്യർക്ക് അധികാരമെന്ന് തോന്നുന്നത് നീ നൽകുന്നുണ്ട്. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹുവേ നീ അത് എടുത്തു കളയുന്നുമുണ്ട്. അല്ലാഹു ഒരാൾക്ക് അധികാരം കൊടുത്താൽ ആ മനുഷ്യനിൽ ഒരു ഹൈബത്തുണ്ടാകുന്നതാണ്. കണ്ടാൽ പേടിയാവും, ബഹുമാനിക്കാൻ തോന്നും. ഒരു മിനിസ്റ്ററാണ്, അടുത്ത ഇലക്ഷനിൽ മുമ്പ് തോറ്റു എന്ന് വിചാരിക്കുക, ആളൊരു സാധാരണക്കാരനായി മാറുകയാണ്. ഹാറൂൺ റഷീദിൻ്റെ മുമ്പിലേക്ക് അന്നത്തെ വലിയ ഒരു സൈനിക കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയാണ്. ഉമ്മമാർ പോലും മക്കളോട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുമ്പര് വന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ പേടിച്ചിരുന്നു. ഹാറൂൺ റഷീദിൻ്റെ മുമ്പിലേക്ക് അയാൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹം മെലിഞ്ഞ് ദുർബലനായൊരു മനുഷ്യനായി വന്നിരിക്കുമ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, അല്ല, നിങ്ങൾ ഭയങ്കര പേടിയുള്ള ആളാണ്, നിങ്ങളെ കണ്ടാൽ ആളുകൾ പേടിച്ച് വറക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തേപ്പം നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ, എൻ്റെ അധികാരം നൽകപ്പെട്ട നേരത്ത് എനിക്കൊരു ഹൈബത്തും ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ നേരത്ത് നിങ്ങൾ എന്നെ കാണണമായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ്. അതേ മനുഷ്യന് സ്വാഭാവികം, ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ഒരു സൂപ്പർവൈസറായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ പഴയ മനുഷ്യനാണ്. പക്ഷേ അയാളുടെ സ്വഭാവം മാറുന്നത് കാണാൻ കഴിയും. അയാളുടെ സംസാരത്തിൻ്റെ ടോണ് മാറും, അയാളുടെ നടത്തം മാറും, അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. നേരെ മറിച്ച് മൂപ്പരാൽ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരു പച്ച സാധുവായിട്ട് മാറുന്നത് കാണാൻ കഴിയും. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹുവേ നീ അധികാരം പിടിച്ചു വാങ്ങുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളും അധികാരം തിരിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അധികാരം വലിയൊരു ലഹരിയാണ്. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നാ മനുഷ്യന്മാർ പറയാം. എന്തുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല? എന്നോട് പറയണ്ടേ? എന്നെ അറിയിക്കാത്തത് ചെയ്തുവോ? അത് വാപ്പാക്ക് തോന്നാം, അമ്മാവന് തോന്നാം, ഉമ്മാക്ക് തോന്നാം, മക്കൾക്ക് തോന്നാം. കൊടുക്കണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അപ്പോൾ ആ അധികാരം നൽകപ്പെടുന്നത് എങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷിക്കുക മാത്രമാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. സമ്പത്ത് പോലെ, സമ്പത്ത് അള്ളാഹു നൽകുന്നത് ഒരിക്കലും അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലെന്നാണ് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരടയാളവുമല്ല അള്ളാഹു പൈസ തരുന്നത്. അതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കാൻ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് പടച്ചവനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിലും അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടോ? നിങ്ങൾക്ക് വിഷമത്തിലും അസുഖത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ്. നിങ്ങളുടെ ആ പരീക്ഷണം നിങ്ങൾക്കൊരു ഇബാദത്താണ്. ഇല്ലേ, ഒരു അസുഖം വരുമ്പോൾ അള്ളാഹുവിനോട് വെറുപ്പ് തോന്നാണ്, അള്ളാഹുവിനെ പഴിചാരുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം പോലും നമുക്ക് പരീക്ഷണമാണെന്നാണ്. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നിനക്കാണ് റബ്ബേ അധികാരം, നിന്റെ കയ്യിലാണ്, അത് നിനക്ക് മാത്രമാണ്. ഉയർത്തുന്നതും താഴ്ത്തുന്നതും റബ്ബേ നീയാണ്. ചുരുക്കുന്നതും നീട്ടിക്കൊടുക്കുന്നതും അല്ലാഹുവേ നീയാണ്. വിശാലമാക്കി കൊടുക്കുന്നതും സങ്കുചിതമാക്കുന്നതും റബ്ബേ നീയാണ്. നൽകുന്നതും പിടിച്ചു വെക്കുന്നതും അല്ലാഹുവേ നീ തന്നെയാണ്. അൽ മാനിഉദ്ദാർ, അൽ മാനിഉ അൽ മുഅ്തി, നൽകുന്നവൻ അല്ലാഹുവാണ്. അൽ മാനി, തടഞ്ഞു വെക്കുന്നതും അല്ലാഹുവാണ്. എന്തിനല്ല തടഞ്ഞു വെക്കുന്നു? തരാൻ വേണ്ടിയിട്ടാണ് തടഞ്ഞു വെക്കുന്നത്. അൽ മാനി അൽ മുഅ്തി അൽ മാനി അൻ നാഫി അദ്ദാർ, ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപദ്രവമായി തോന്നുന്നതും അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. അൻ നാഫി അദ്ദാർ. പക്ഷേ ആ ഒരു ദറർ, പ്രയാസം നമുക്ക് വരുന്നത് നമുക്കൊരു ഉപകാരം കിട്ടാനാണ്. ആ ദറർ ഒരു നഫ്ഇന് വേണ്ടിയാണ്. അള്ളാഹു ചെയ്യുന്ന മൻഅ അള്ളാഹുവിൻ്റെ അതാഇന് വേണ്ടിയാണ്. അൽ മുഹ്യി അൽ മുമീറ്റ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. വ്യത്യസ്തമായ നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങൾ വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുമിച്ച് പറയണമെന്നാണ്. അൽ മാനി അൽ മുഅ്തി അൻ നാഫിഉ അദ്ദാർ അൽ മുഹ്യി അൽ മുമീറ്റ്, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അവൻ്റെ അധികാരമാണ്, അള്ളാഹുവിൻ്റെ അധികാരമാണ്. അവനിഷ്ടമുള്ളത് അള്ളാഹുവിടെ ചെയ്യുന്നു. وتعز من تشاء وتذل من تشاء, അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇസ്സത്തിലാക്കുന്നു, അഭിമാനം നൽകുന്നു. വതുദില്ലു മൻ തശാഅ, നീ ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബേ നീ നിന്ദ്യത നൽകുന്നു, നിസ്സാരരാക്കി മാറ്റുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് റബ്ബേ സർവമാന ഖൈറും ഇരിക്കുന്നത്, നിന്റെ കയ്യിലാണ്. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ പറയേണ്ടത് എങ്ങനെയാ? ബിയദിക്കൽ ഖൈർ വശർ എന്ന് പറയണം. കാരണം അധികാരം നൽകുന്നത് നീയാണ്, തിരിച്ചെടുക്കുന്നത് നീയാണ്. ഇസ്സത്ത് നൽകുന്നത് നീയാണ്, നിന്ദ്യത നൽകുന്നതും നീയാണ്. ഇപ്പോൾ പറയേണ്ടത് എന്താണ്? ബിയദിക്കൽ ഖൈർ വശർ എന്നാണ് പറയേണ്ടത്. നിന്റെ കയ്യിലാണ് റബ്ബേ ഖൈറും ഷറും ഇരിക്കണത് എന്നാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈറുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹു അധികാരം പിടിച്ചെടുക്കുന്നതും ഒരു ഖൈറിനാണ്, അത് നൽകുന്നത് ഖൈറിനാണ്. ഇസ്സത്ത് നൽകുന്നതും ദില്ലത്ത് നൽകുന്നതും. ഒരുപക്ഷെ നിന്ദ്യതയിലേക്കൊരു മനുഷ്യൻ മാറുമ്പോഴായിരിക്കും ഏറ്റവും വലിയ തൗബ ആ മനുഷ്യൻ്റെ മനസ്സെന്ന് വരിക. അല്ലെങ്കിൽ ആ തൗബ വരില്ല. തെറ്റിലായി ജീവിക്കുന്ന മനുഷ്യന്മാർ ആ തെറ്റിലെവിടെയെങ്കിലും പിടിക്കപ്പെടുന്ന സമയത്തായിരിക്കും അവർ തൗബ ചെയ്യാം. അതുവരെ തൗബ ചെയ്യാൻ അവർക്ക് കഴിയില്ല, ചിന്തിക്കൂല അതിനെപ്പറ്റി. നേരെ മറിച്ച് ഒരു ദില്ലത്ത് വരുമ്പോൾ അവർ അള്ളാഹുലേക്ക് മടങ്ങുന്നത് കാണാൻ കഴിയും. അപ്പോൾ ആ നിന്ദ്യത ഖൈറല്ലേ സംഭവിച്ചത്? ബിയദിക്കൽ ഖൈർ, നൽകുന്നതും പിടിച്ചു വെക്കുന്നതും വിശാലമാക്കി തരുന്നതും സങ്കുചിതമാക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. ബിയദിക്കൽ ഖൈർ, അള്ളാഹുവേ നിന്റെ കയ്യിലാണ് ഖൈറുള്ളത്, നീ ചെയ്യുന്നതൊക്കെ നന്മയാണ്. അല്ലാഹ് വതർസുഖ്
ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, നീ എല്ലാറ്റിനും പരിപൂർണമായും കഴിവുള്ളവനാണല്ലോ. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം എന്ന് പറയും. ആദ്യം ഉണ്ടായത് കോഴിയാണോ അല്ല കോഴിൻ്റെ മുട്ടയാണോ? മുഅ്മിനീങ്ങളല്ലാത്ത ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ കഴിയില്ല. കോഴിൻ്റെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ മുട്ട ഉണ്ടാവണമെങ്കിൽ കോഴി വേണ്ടതെന്നായി. കോഴി ഉണ്ടാവണമെങ്കിൽ കോഴിൻ്റെ മുട്ട വിരിയണ്ടേ? അപ്പോൾ ഏതാണ്? നമ്മൾ പറയും ആദ്യം ഉണ്ടായത് കോഴിയാണ്. എങ്ങനെ? അല്ലാഹു അത് കഴിവുള്ളവനാണ്. സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ്. എവിടുന്ന് മനസ്സിലായി? കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവിയുടെ റൂമിലേക്ക്, ചേംബറിലേക്ക്, ഗുർഫയിലേക്ക്, മെഹ്റാബിലേക്ക്, മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് അർത്ഥം. മറിയം ബീവി റളിയല്ലാഹു അൻഹ മസ്ജിദുൽ അഖ്സയിൽ ഇബാദത്ത് ചെയ്തിരുന്ന റൂമിലേക്ക് സക്കരിയ അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം കാണുന്നുണ്ട്. ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. ഇവിടെ ഒരു മാർക്കറ്റിലും കിട്ടാത്ത പഴം മറിയമേ, നിങ്ങളുടെ റൂമിൽ ഇത് എവിടുന്നാണ്? ആര് കൊണ്ടുതന്നു ഇത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു നൽകിയതാണ്. അവിടെ കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു ഡെലിവറി ബോയ് വന്നോ? അവിടെ തലഭാത്തും ഒരു ഡെലിവറും വർക്ക് ചെയ്തിട്ടില്ല. ആരും കൊണ്ടുപോയി കൊടുത്തതല്ല. മറിയം ബീവിയുടെ റൂമിലേക്ക് അത് എത്തണമെങ്കിൽ അവിടുത്തെ മാർക്കറ്റിൽ വന്നതാണോ വന്നത്? അല്ല. ഒരു ഫ്ലൈറ്റും ഒരു ഫ്രൈറ്റ് സർവീസും കൊണ്ട് ഉണ്ടായിട്ടില്ല. എവിടുന്ന് വന്നു? മിൻ ഇൻദില്ലാഹ്. കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഹുനാലിക ദഅ സക്കരിയ. അത് കണ്ടപ്പോഴാണ് സക്കരിയ നബി ദുആ ചെയ്തത്. പ്രായമായ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ എനിക്ക് യൗവനം തിരിച്ചു വരണം എന്നില്ലല്ലോ. പ്രായമായ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ വഹനൽ അദുമു മിന്നി, എൻ്റെ എല്ലുകൾ ദുർബലമാണ്, വടികുത്തി പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ എനിക്ക് അള്ളാഹുവിനോടൊരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ നാണം തോന്നേണ്ടതുണ്ടോ? ഒരു കാരണവുമില്ലാതെ കാര്യം നടത്താൻ കഴിയുന്നവനല്ലയോ അള്ളാഹു? മറിയം ബീവിക്ക് ഇങ്ങനെ അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും അള്ളാഹു കഴിയുമല്ലോ. അപ്പോഴാണ് പടച്ചവൻ എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് ദുആ ഇറക്കുന്നത്. അതിന് കിട്ടിയ ഉത്തരമാണ് സക്കരിയ അലൈഹിസ്സലാമിൻ്റെ മകൻ യഹ്യ അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ സബബിൻ യർസുഖു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ജീവൻ എവിടുന്നാണ് ഉണ്ടായത്? ഒറിജിൻ ഓഫ് ലൈഫ്. അതേക്കുറിച്ച് തിയറി ഉണ്ടായിരുന്നു. ഞാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാം നോക്കിയതാ. അതിനെ കുറച്ച് ഡീറ്റെയിൽസുകൾ കിട്ടിയിട്ട് ഞാൻ പറയാം. അത്ഭുതമാണ്. എവിടുന്ന് ജീവൻ എവിടുന്നാണ് ഉണ്ടായത്? എവിടുന്നാണ് ജീവൻ ഉണ്ടായത്? മനുഷ്യനെ വിശദീകരിക്കാൻ കഴിയില്ല. സയൻസ് ഈസ് സെൽഫ് കോൺട്രഡിക്റ്റിങ്. ചിലർ പറയും വെള്ളത്തിന്ന്, ചിലർ പറയും സ്പേസ് എന്ന്, ചിലർ അന്തരീക്ഷത്തിൽ നിന്ന്, ചിലർ പറയും മണ്ണിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഓരോരുത്തരും പറയും മറ്റേ സയൻറ്റിസ്റ്റ് പറഞ്ഞത് തെറ്റാണെന്ന്. കഴിഞ്ഞ 60 കൊല്ലമായി സയൻസ് ലോകത്ത് ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഹാസ് ഡിഡ് നത്തിങ്. ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. എവിടുന്നാണ് മനസ്സിലാവുന്നില്ല. എവിടുന്നാ ജീവൻ ഉണ്ടായത്? ജീവൻ്റെ ഒറിജിൻ പ്രോട്ടീനുകളാണെന്ന് പറയും. പ്രോട്ടീൻ ഉണ്ടായത് അതിൻ്റെ ആ ഉണ്ടായ വസ്തു പ്രോട്ടീനിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെ വന്ന പിന്നെ എങ്ങനെയത്? എവിടുന്നാണ് ഉണ്ടായത്? അല്ലാഹു തആല പറയാണ്, അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നിട്ട് പറഞ്ഞു തൂലിജുൽ ലൈല ഫിന്നഹാർ. മാലിക്കുൽ മുൽക്കിൻ്റെ വിശദീകരണമാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു നൽകുന്നത്. തൂലിജുൽ ലൈല ഫിന്നഹാർ, ഇരുട്ടിനെ രാവിലേക്ക് കടത്തുന്നവനാണ് അല്ലാഹുവേ നീ. ഇരുളിനെ രാവിലേക്ക് കടത്തുകയാണ്, മിക്സ് ചെയ്യാൻ. അപ്പോഴാണ് ഒരു ഇരുട്ടും വെളിച്ചമില്ലാത്തൊരു സമയം. വണ്ടികൾക്കൊക്കെ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഓൺ ആക്കണോ വേണ്ടതെന്ന് തോന്നുന്നൊരു സമയമുണ്ട്. ഇരുട്ടായിട്ടില്ല എന്നാൽ ലൈറ്റിട്ട് മുഴുവൻ ഇല്ലതാനും. അപ്പോൾ ഒരു പാർക്കിംഗ് ലൈറ്റെങ്കിലും ഓൺ ആക്കണം എന്നാൽ, ഇല്ലെങ്കിൽ ഫൈന് വരും. തൂലിജുൽ ലൈല ഫിന്നഹാർ, ഇരുട്ടിങ്ങനെ പകലിലേക്ക് മിക്സ് ആവുന്നൊരു സമയമാണത്. ഈ മിക്സിങ് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം. ഭൂമി ഉരുണ്ടതാകുമ്പോഴേ ഈലാജുൽ ലൈലി ഫിന്നഹാർ, രാവിനെ ഇരുട്ടിലേക്കും രാവിനെ പകലിലേക്കും വെളിച്ചത്തിലേക്കും പകലിനെ ഇരുട്ടിലേക്കും പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു.
അല്ലാഹു തആല പറഞ്ഞു വളരെ മെല്ലെ മെല്ലെയാണത് നടക്കുന്നത് എന്ന്. ഇത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഭൂമി ഒരു പലകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കടക്കൽ നടക്കൂല, അത് പെട്ടെന്നായിരിക്കും അറിയാം. മെല്ലെ മെല്ലെയാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പച്ചയിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരുപക്ഷെ അന്നത്തെ ആളുകൾ ഇസ്ലാമിനെ തള്ളിപ്പറയും. ഈ പരന്നു കിടക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്നോ, എന്താണ് ഈ നബി പറയുന്നത് എന്ന് പറയും. അന്നത്തെ കാലക്കാർക്കും ഇന്നത്തെ കാലക്കാർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ് അള്ളാഹു ഉപയോഗിച്ചത്. അതാണ് തൂലിജുൽ ലൈല ഫിന്നഹാർ, ഇരുട്ടിനെ പകലിലേക്ക് റബ്ബേ നീയാണ് പ്രവേശിപ്പിക്കുന്നത്. വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ, ഈ പകലിനെ ഇരുട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതും നീ തന്നെയാണ്. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നതും അല്ലാഹുവേ നീയാണ്. വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് മയ്യിത്തിനെ പുറപ്പെടുവിക്കുന്നതും അല്ലാഹുവേ നീ തന്നെയാണ്. നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് വരാം. മഴ പെയ്യുമ്പോൾ ചെടികളുണ്ടാകുന്നത്, ഇല്ലായ്മയിൽ നിന്ന് സീറോയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഉണ്മയിൽ ഒരു ഉണ്മയുണ്ടാകുന്നത്, ജീവൻ ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മരിക്കും. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുന്നതും അല്ലാഹുവേ നീയാണ്. അതിനൊക്കെ എത്ര ആശയങ്ങളുണ്ടായിരിക്കാം. ജീവനുള്ള ഒരാൾ മരിച്ചു പോകുന്നത് തന്നെ ഉദാഹരണമാണ്. സസ്യങ്ങളുടെ മരണം വലിയ അത്ഭുതമാണ്. സസ്യങ്ങൾക്ക് വെള്ളം കിട്ടാണ്ടായി പോയാൽ അവകൾ ആദ്യമായി വെള്ളം ശേഖരിക്കുക ഇലകളിൽ നിന്ന്. അതുകൊണ്ടാണ് ഇലകൾ ഉണങ്ങിപ്പോകുന്നത്. ഇലകളും ഉണങ്ങിയാൽ പിന്നെ ശിഖരങ്ങളിൽ നിന്ന്, ബ്രാഞ്ചുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. അതും കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെം, അതിൻ്റെ തടിയിൽ നിന്ന് വെള്ളം എടുക്കും. അതും തീർന്നാലാണ് വേരിന്ന് വെള്ളം വലിക്കുക. അതും തീർന്നാൽ ആ ചെടി മരിക്കുന്നുള്ളൂ. അല്ലാതിരുന്നെങ്കിൽ, വെള്ളം കിട്ടാതിരുന്നാൽ ആദ്യമായി വേരിലുള്ള വെള്ളമാണ് ഈ ചെടി വലിച്ചെടുക്കുന്നത് എങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ ഒരു ദിവസം നനക്കാൻ മറന്നുപോയാൽ ഒക്കെ ചത്തുപോയേനെ, എല്ലാം ഉണങ്ങിപ്പോയേനെ. അള്ളാഹുദിന് വെച്ച സിസ്റ്റം ഒരു അത്ഭുതമുള്ള സിസ്റ്റമാണ്. ഇലകളിൽ നിന്നാണ് ആദ്യം വലിച്ചെടുക്കുക. അതും തീർന്നാൽ പിന്നെ കൊമ്പുകളിൽ നിന്ന്, പിന്നെ അതിൻ്റെ തടിയിൽ നിന്ന്, ലാസ്റ്റ് വേരിത്തെ വെള്ളം എടുക്കുള്ളൂ. അതും തീർന്നാൽ ആൾ ഞാൻ മരിച്ചു എന്ന് പറയും. ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെ കൊണ്ടുവരുന്നതും റബ്ബേ നീയാണ്. എന്നിട്ട് പറഞ്ഞു വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവേ കയ്യും കണക്കുമില്ലാതെ നീ നൽകുന്നവനാണല്ലോ. തർസുഖു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, നീ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നല്ല, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ല. സ്വന്തം വരുമാനം എത്രയാണെന്നറിയാത്ത എത്ര മുതലാളിമാരുണ്ടെന്ന്, അവരൊക്കെ പറ്റിക്കണ എത്ര ജോലിക്കാരുണ്ടോ, അവർ കണ്ടെത്താൻ കഴിയില്ല. തൻ്റെ വരുമാനം എത്രയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ബിഗൈരി ഹിസാബ്, ഒരു കയ്യും കണക്കുമില്ലാതെ നൽകുന്നതും അല്ലാഹുവേ നീ തന്നെയാണ്. ഇതാണ് മാലിക്കുൽ മുൽക്കിൻ്റെ അർത്ഥം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ വിശദീകരിച്ചത് മുഴുവൻ അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ തലങ്ങളാണ്. ഇസ്സത്ത് നൽകുന്നത്, ദില്ലത്ത് നൽകുന്നത്, അധികാരം നൽകുന്നത്, അത് തിരിച്ചെടുക്കുന്നത്, രാവും പകലും കൊണ്ടുവരുന്നത്, ഭൂമിയെ കറക്കുന്നത്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, മനുഷ്യന് ആവശ്യമുള്ളത് നൽകുന്നത്, ജീവനും മരണവും ഉണ്ടാക്കുന്നത്. ജീവൻ, ഒറിജിൻ ഓഫ് ലൈഫ് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. മാലിക്കുൽ മുൽക്ക്. കാരണം നമ്മുടെ DNA എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മനുഷ്യൻ്റെ DNA, ജനറ്റിക് കോഡിങ്. DNA മാതാപിതാക്കളിൽ നിന്ന് അനന്തരമായി മക്കളിലേക്ക് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായൊരു കണിക DNA. ക്ലോണിങ്ങിന് DNA വേണം അല്ലേ? DNAയിൽ കിടക്കുന്ന ഇൻഫോർമേഷൻ വളരെ സങ്കീർണമായ ഇൻഫോർമേഷനാണ്. അതിലെന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അതിൻ്റെ ഫങ്ഷനിങ് തകരാറിലാവും. അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ, ദിസ് കൈൻഡ് ഓഫ് ആൻ ഇൻഫർമേഷൻ ഷുഡ് ബി കമ്മിങ് ഫ്രം ആൻ ഇൻ്റലിജൻറ്റ് സോഴ്സ്. ഇതാണ് സയൻസിന് അതിന് പറയാനുള്ളത്. അത് പറഞ്ഞ സയൻറ്റിസ്റ്റുകളും അവരുടെ പഠനങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടൊക്കെ ചർച്ച ചെയ്യണത്. കാരണം പടച്ചതമ്പുരാനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇതറിയണം. എവിടെ നിന്ന് ഇൻഫർമേഷൻ വരുന്നു? എന്തെങ്കിലും എഴുതി വെച്ചതല്ല. പ്രാഗ്മാറ്റിക് ഇൻഫർമേഷൻ ഉണ്ട്.
വളരെ കൃത്യമായ അളവോടുകൂടെ. ഒരു കോമ തെറ്റിക്കഴിഞ്ഞാൽ അതിനർത്ഥം മാറും. അങ്ങനത്തെ ഇൻഫർമേഷൻ ഉണ്ട്. ഹൈ ലെവൽ ഓഫ് ഇൻഫർമേഷനാണത്. ഇൻഫർമേഷൻ ആർ ഓഫ് 5 ടൈപ്സ്, 5 തരത്തിലുള്ള ഇൻഫർമേഷൻ. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഇൻഫർമേഷനാണ് DNA കിടക്കുന്നത്. അതൊരിക്കലും വെറുതെ ഉണ്ടാവില്ല. അള്ളാഹ് പറയാണ്, ഞാനാണ് ജീവൻ തന്നത്, ഞാൻ തന്നെയാണ് അതെടുക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു അധികാരി പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനുഷ്യൻ സമ്മതിക്കുന്നിടത്താണ് ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉത്തരമില്ല. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നത്, ഇബ്ന ആദം, ആദമിൻ്റെ മോനെ, ഉതുലുബ്നി തജിദുനി, മോനെ ആദമിൻ്റെ മകനെ മനുഷ്യ, ഉതുലുബ്നി, നീ എന്നെ അന്വേഷിച്ചു വാ, തജിദിനി, നിനക്കെന്നെ കാണാൻ കഴിയും, നീ എന്നെ അന്വേഷിച്ചു വാ. റിസർച്ച് നടത്തും, PhD നടത്തും, അല്ലേ? PhDക്ക് അന്വേഷണങ്ങളാണ്. നമ്മുടെ യൂസുഫ് നദ്വി സാഹിബ് ഇവിടെ ഉണ്ട്. അവരൊക്കെ PhD എടുത്ത ആളുകളാണ്. നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യമായി ഒരു ആശയം നമ്മൾ രൂപപ്പെടുത്തുകയാണ്. ആ ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പഠനം ആരംഭിക്കുക. അതിലേക്കാണ് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾ തെളിഞ്ഞു വരിക. അള്ളാഹിനെക്കുറിച്ച് മാത്രം ഈ പഠനം നടത്തൂല യുക്തിവാദികൾ. ആദ്യം തന്നെ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്, എന്നിട്ടാണ് പഠനം നടത്തുന്നത്. ഈ റൂമിൽ ആരും ഇല്ല എന്ന് വിചാരിച്ച് തപ്പി നോക്കി ആരെയും കിട്ടുമോ? എല്ലാറ്റിലും സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഒരു മെത്തഡോളജി തന്നെ അതിനെ പോസിറ്റീവായി സമീപിക്കണം എന്നതാണ്. അത് പടച്ചതമ്പുരാനെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് മാത്രം അവർ ഉപയോഗിക്കൂല. ഉതുലുബിനി, നീ എന്നെ തേടി വാ, തജിദിനി, നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. ഫഇദാ വജദ്തനി വജദ്ത കുല്ല ഷൈഇൻ, എന്നെ നിനക്ക് കിട്ടിയാൽ നിനക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അള്ളാഹുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. ഒരാൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അള്ളാഹു കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? യാ റബ്ബ് മാദാ ഫഖദ മൻ വജദക റബ്ബേ, നിന്നെ കിട്ടിയവർക്ക് എന്ത് നഷ്ടമാണ് വന്നത്? വമാദാ വജദ മൻ ഫഖദക്, നിന്നെ കിട്ടാത്തവർക്ക് എന്താണ് കിട്ടിയത് റബ്ബേ? അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ പടച്ചവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് ആരുണ്ടാകും? അള്ളാഹു നിനക്കെതിരാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കാൻ ആരുണ്ടായിട്ടെന്താണ്? അള്ളാഹു നിനക്കെതിരാണെങ്കിൽ ആരുണ്ട് നിന്റെ കൂടെ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ പ്രസിദ്ധമായ വളരെ വളരെ പഠിക്കേണ്ട ഇസ്മാണ് മാലിക്കുൽ മുൽക്ക്, അധികാരങ്ങളുടെ ഉടമസ്ഥനായ റബ്ബേ, അധികാരം നിൻ്റെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസ്വാബഹു ഹമ്മുൻ വഹസൻ, സങ്കടമോ ദുഃഖമോ ഒരാൾക്ക് വരുമ്പോൾ ഈ ദിക്ർ ഒരാൾ പറയണം. നമ്മൾ പഠിച്ച ദിക്റാണ്. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني എന്നൊരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ അദ്ഹബല്ലാഹു ഹുസ്ന വഅബ്ദലഹു മകാനഹു ഫറഹാ. ഏത് സങ്കടത്തിലാണോ അവരുണ്ടായിരുന്നത് ആ സങ്കടം അള്ളാഹു നീക്കിക്കളയുകയും അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സന്തോഷം നൽകുകയും ചെയ്യുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യംബഗി ലനാ അൻ നതഅല്ലമ ഹൗലാഇൽ കലിമാത്ത്, ഈ വചനങ്ങൾ ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ നബിയേ? ഖാല അജൽ യംബഗി ലിമൻ സമിഅഹുന്ന അൻ യതഅല്ലമഹുന്ന, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് പഠിക്കൽ അനിവാര്യമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിനർത്ഥം? അല്ലാഹുമ്മ
അല്ലാഹുവേ ഇന്നി അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്, വബ്നു അബ്ദിക, നിൻ്റെ അടിമയുടെ, വബ്നു അമതിക, നിൻ്റെ ഒരു അടിയാത്തിയുടെ മകനുമാണ് റബ്ബേ. ഉപ്പയും ഉമ്മയും നിൻ്റെ അടിമയാണവർ, നിൻ്റെ അടിമയുടെ, നിൻ്റെ അടിയാത്തിയുടെ മോനാണ് റബ്ബേ ഞാൻ. നാസുയതി ബിയദിക, അല്ലാഹുവേ എൻ്റെ മൂർധാവ് കിടക്കുന്നത് നിൻ്റെ കൈകളിലാണ്. മാദിൻ ഫിയ ഹുക്മുക, നിൻ്റെ വിധികളെല്ലാം എന്നിൽ നടപ്പാകാൻ പോവുകയാണ്, എന്നിൽ നടപ്പാകാൻ പോകും. നിങ്ങളൊരു നാട്ടിലേക്ക് കടക്കുകയെന്ന് വിചാരിക്കുക, ഒരു ടൗണിലേക്ക് കടക്കുന്നു, ഒരു പ്രദേശത്തേക്ക്, ഒരു സോണിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഒരാളുണ്ട്, അയാൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തെങ്കിലും. അയാൾ തരാനും പിടിച്ചു വെക്കാനും കഴിയുന്ന ആളാണ്. നിങ്ങൾക്ക് എൻട്രി തരാനും നിങ്ങളുടെ എൻട്രി ടെർമിനേറ്റ് ചെയ്യാനും അയാൾക്ക് അധികാരമുണ്ട് എന്ന് വിചാരിക്കുക. അയാൾ വിചാരിച്ചെങ്കിലേ നിങ്ങൾക്ക് അന്നം കിട്ടൂ, അല്ലെങ്കിൽ അന്നം കിട്ടില്ല. അയാൾ വിചാരിച്ചെങ്കിലേ നിങ്ങൾ ജീവൻ നിലനിൽക്കൂ, അല്ലെങ്കിൽ ജീവനില്ല. അങ്ങനത്തെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് ഓടിപ്പോവുക? ആദ്യം ആ നഗരത്തിൽ ഈ ആളുടെ അടുത്തേക്കല്ലേ, അല്ലാഹുവിൻ്റെ അരികത്തേക്കല്ലേ ഓടുന്നത്. മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഖിഫ് ബിബാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ബാബിൻ്റെ അരികത്ത് നീ നിൽക്കണം. ഖിഫ് ബിബാബി മാലിക്കിൽ മുൽക്ക്, അധികാരങ്ങളുടെ അധികാരിയായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ നിൽക്കണം, അള്ളാഹിൻ്റെ വാതിൽക്കൽ നിൽക്കണം. ലാ ലി അൻ തുഫ്തഹ ലകൽ അബ്വാബ് യുഫ്തഹ ലകൽ അബ്വാബ്, അള്ളാഹിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കണം. അള്ളാഹിൻ്റെ വാതിൽക്കൽ വന്ന് എന്തിനെന്നറിയോ? ലാ ലി തുഫ്തഹ ലകൽ അബ്വാബ്, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് വന്നാൽ ബാക്കി എല്ലാ വാതിലുകളും എനിക്ക് തുറക്കപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കണ്ട. നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടെ നിന്നുകൊടുക്ക്. എന്നാൽ തുഫ്തഹ ലകൽ അബ്വാബ്, എല്ലാ വാതിലുകളും അള്ളാഹു നിനക്ക് തുറന്നു തരും. പക്ഷെ നീ ആദ്യം നിസ്കാരം തുടങ്ങിയത് ജോലി കിട്ടാനാ, ദിവസം ഖുർആൻ ഓതുന്നത് വരാൻ പോണ ഇൻ്റർവ്യൂ പാസ്സാവാനാണ്, സുബഹിക്ക് അല്ലാഹ് നിസ്കരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാനാണ്. കഴിഞ്ഞു കഥ. ഇതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഖിഫ് ബിബാബില്ലാഹ്, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ നീ നിൽക്കണം. എന്തിന്? നീ അവൻ്റെ മുമ്പിലല്ലേ നിൽക്കേണ്ടത്. വേറെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? മാനേജർ പറയാം എൻ്റെ ജോലി ഞാൻ തട്ടിക്കളയും. നിൻ്റെ ജോലിയും മാനേജർ ജോലിയും കിടക്കണം അള്ളാഹിൻ്റെ കയ്യിലാണ്, അല്ലേ? പക്ഷെ എന്തിനു നീ പേടിക്കണം എന്ന് വെച്ച് ജോലിയിൽ അലമ്പ് കാട്ടണം എന്നല്ല പറഞ്ഞത്. നേർക്ക് നേരെ പോകുന്ന ഒരു മനുഷ്യനെ ഒരാൾ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ, അയാളുടെ അധികാരവും അള്ളാഹിൻ്റെ കയ്യിലല്ലേ, റിസ്ക് കിടക്കുന്ന അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ. ഖിഫ് ബിബാബില്ലാഹ്, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുക, അവിടെയാണ് നിൽക്കേണ്ടത്. ജീവനും മരണവും തരാൻ കഴിവുള്ളത് ഒരേ ഒരുത്തൻ മാത്രം. അള്ളാഹുവിനത് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മരണം അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മൾ ജനിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, നമ്മളിനി മരിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, അധ്വാനിക്കാൻ പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കണം. തരുന്നതും എടുക്കുന്നതും സൗകര്യം തരുന്നതും സങ്കുചിതമാക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അധികാരമാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ, നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നാൽ ഉടനെ ചിന്തിക്കണം, എൻ്റെ ഈ ശരീരത്തിൽ രോഗം തരാനും അതെടുക്കാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. എൻ്റെ ജീവൻ നിലനിർത്തുന്നതും എനിക്ക് മരണം നൽകുന്നതും അള്ളാഹുവാണ്. എൻ്റെ റിസ്ക് അതിൽ ബറക്കത്ത് നൽകാൻ കഴിയുന്നത് അള്ളാഹുവാൻ, അതെടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നതും അള്ളാഹുവാൻ. അങ്ങനത്തെ ഒരു പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റബ്ബിൻ്റെ മുമ്പിൽ പോയിട്ടല്ലേ പറയേണ്ടത്. ആ റബ്ബിനോടല്ലേ നമ്മുടെ പരാതി പറയാൻ പറ്റൂ. അള്ളാഹുവിൻ്റെ അധികാരമാണത്. ഖിഫ് ബിബാബില്ലാഹ്, അള്ളാഹുവിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കണമേ. അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ലാ ലി അൻ തുഫ്തഹ ലകൽ അബ്വാബ്, എല്ലാ വാതിലുകളും അത് കാരണം തുറക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അള്ളാഹിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കേണ്ടത്. നീ നിൽക്കേണ്ടത് അള്ളാഹു അവത് അർഹിക്കുന്നവനാണ്. റബ്ബിനോട് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ. എൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ, അതുകൊണ്ട് നീ അവിടെ പോയി നിൽക്ക്. വേറെ എവിടെ പോയി ചോദിച്ചിട്ട് എന്താണ്?
അങ്ങനെയാണെങ്കിൽ തുഫ്തഹ ലക്കൽ അബ്വാബ്, എല്ലാ വാതിലുകളും നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇതാര് പറഞ്ഞു? ഷാദുലി ത്വരീഖത്തിൻ്റെ മഹാനായ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹിൻ്റെ വാതിൽക്കൽ നിൽക്കുക. പിന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അധികാരം, അള്ളാഹുവിൻ്റെ മാലിക്കുൽ മുൽക്കായ റബ്ബിൻ്റെ അധികാരമാണ്. ആ അധികാരത്തിൻ്റെ മുന്നിലാണ് നീ നിൽക്കേണ്ടത്. എന്തിനല്ല? ലാലി അൻ തഖ്ളഅ ലക റിഖാബ്, തഖ്ളഅ ലക റിഖാബ് ഖും ബിബാബിൽ മലിക്. ഉടമസ്ഥനായ മാലിക്കുൽ മുൽക്കായ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിൽ വന്ന് നീ നിൽക്ക്. യഖ്ളഅ ലി മാലിക്കിൽ മുൽക്ക് ലാലി അൻ തഖ്ളഅ ലക റിഖാബ്, തഖ്ളഅ ലക റിഖാബ്. എന്തിന്? അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നീ തലകുനിക്ക്. എന്തിനല്ല? ബാക്കിയുള്ളവരൊക്കെ നിനക്ക് തലകുനിക്കാനും നിനക്ക് കീഴ്പ്പെടാനുമല്ല. നിന്റെ ലക്ഷ്യം അതാവരുത്. നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടു കൊടുക്ക്. എന്തിനല്ല? ബാക്കിയുള്ളവർ നിന്റെ കാര്യം നടക്കണമെന്ന് വിചാരിച്ചല്ല, ബാക്കിയുള്ളവർ നീ പറഞ്ഞെടുത്ത് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടുമല്ല. അങ്ങനെ അല്ലാതെ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ, മാലിക്കുൽ മുൽക്കിൻ്റെ മുമ്പിൽ തലകുനിച്ചാൽ തഖ്ളഅ ലക റിഖാബ്, ബാക്കിയെല്ലാം നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് കാണാൻ കഴിയും. നിനക്ക് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പം നീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ നമുക്ക് വേണ്ടി തലകുനിക്കാനുമല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അദമത്തും അള്ളാഹുവിൻ്റെ ജലാലും മനസ്സിലാക്കിയിട്ടാണത് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ വാതിലുകളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. ബാക്കി എല്ലാവരുടെ റിഖാബുകളും അവരുടെ പെരടികളും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കാണാൻ കഴിയും. ഇത് പറഞ്ഞത് തസൂഫിൻ്റെ മഹാനായ പണ്ഡിതൻ മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. സല്ലു അല നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. സിറാത്തില്ലാഹിൽ ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. സിറാത്തുല്ലാഹിൽ ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ മാർഗമാണ്. ആരാണ് അള്ളാഹു? ലഹു, അവൻ അധികാരപ്പെട്ടതാണ്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത്, അതായത് പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ്, അള്ളാഹിൻ്റെ ഉടമസ്ഥാവകാശമാണ്. അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. അറിയണമേ, എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാണ്. എല്ലാറ്റിനെയും ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറയാം. എന്നാൽ അവിശ്വാസികൾ അങ്ങനെ കാണുന്നില്ല. അവർ കാണുന്നത് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രാപഞ്ചികമായ ഏതോ ഒരു നാച്ചുറൽ സൈക്കിൾ എന്ന് പറയും. ഈ നേച്ചറിനെ പടച്ചത് അള്ളാഹുവാണ്. പ്രകൃതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രകൃതിവാദികൾ എന്ന് പറയാം, നാച്ചുറലിസ്റ്റുകൾ. പ്രകൃതി അങ്ങനെ ചെയ്തു, പ്രകൃതി ഇങ്ങനെ ചെയ്തു. എന്തേ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം? അഹങ്കാരം കൊണ്ട് പടച്ച തമ്പുരാൻ എന്ന് പറയാൻ കഴിയാത്തവരാണ് പ്രകൃതി എന്ന് പറയുള്ളൂ. അഹങ്കാരം സമ്മതിക്കണില്ല ഇതിന് പടച്ചമുണ്ട് എന്നുള്ളത്. എന്നാൽ ഞാൻ തന്നെ പടച്ചെന്ന് പറയാൻ ധൈര്യമില്ല. അപ്പോൾ പിന്നെ പ്രകൃതി എന്ന് പറയും. ഈ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പ്രകൃതി അങ്ങനെ സംഭവം ഉണ്ടോ? അത് മനുഷ്യൻ എസ്കേപ്പ് ചെയ്യാൻ പറയുന്നൊരു വാക്കാണ്. അഹങ്കാരം കൊണ്ട് ഒരു പടച്ചവന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഇസ്ലാം, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? തലകുനിച്ച് കീഴ്പ്പെട്ട് കൊടുക്കുക എന്നാ. പടച്ചവനെ നിൻ്റെ അധികാരം ഞാൻ സമ്മതിച്ചു റബ്ബേ, ഞാനിവിടെ തലവക്കി കളിച്ചിട്ട് കാര്യമില്ല,
നീയാണ് ഇതിൻ്റെ അധികാരി. ഞാനിവിടെ ജനിക്കുന്നതിന് മുമ്പും ഇതുണ്ട്, ഈ ലോകമുണ്ട്. ഞാൻ ജനിക്കുന്ന മുമ്പ് ലോകമുണ്ടല്ലോ, പിന്നെ ഞാൻ അള്ളാഹിനോട് അഹങ്കാരം കാണിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ അധികാരം അവിടെ ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പുണ്ട്, ഞാൻ പോയാൽ അള്ളാഹുവിൻ്റെ അധികാരമുണ്ട്. ഇവിടെ ജീവനും മരണവും ക്രിയേഷനും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. ഇലല്ലാഹി തസീറുൽ ഉമൂർ. പക്ഷെ മനുഷ്യന്മാർ വിചാരിക്കും ഈമാൻ കുറവുള്ളവർ അധികാരം മറ്റുള്ളവർക്കുണ്ടല്ലോ, അവരുടെ കയ്യിലാണല്ലോ അധികാരം കിടക്കണം, അവരാണല്ലോ നിയന്ത്രിക്കുന്നത്, ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അധികാരം കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാലും ഒരു മുസ്ലിം അതിന് വഴങ്ങേണ്ടതില്ല. എന്തുകൊണ്ട്? അവൻ്റെ കയ്യിലുള്ള അധികാരം എടുത്തു കളയാൻ കഴിയുന്നവനാണ് മാലിക്കുൽ മുൽക്കായ അള്ളാഹു. പിന്നെ ഇവനെന്ത് ചെയ്യാൻ പറ്റും? അവനൊരു മരണം വന്നാൽ അവൻ്റെ അധികാരം കൊണ്ട് അതിൽ എടുത്തു മാറ്റാൻ പറ്റുമോ? ഒരു മാരക അസുഖം വന്നാൽ മാറ്റാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിക്കുൽ മുൽക്ക് അല്ലാഹുവാണ്. മുഅ്മിനീങ്ങൾ കാണുന്നത് യദുല്ലാഹി ഫൗക ഐദീഹിം, അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരമുണ്ട്. നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ കൈത്താങ്ങുണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ട്. മുഅ്മിനീങ്ങൾ പറയുന്നത് എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, ആദ്യത്തേതും അവസാനത്തേതും അള്ളാഹുവാണ്. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, ആദ്യം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ അവ്വല്, ആഖിറുണ്ടെങ്കിൽ അതിൻ്റെ ആഖിർ, അവ്വലും ആഖിറും എല്ലാം അള്ളാഹുവാണ്. വല്ലാഹിറു വൽ ബാത്തിൻ, ഏറ്റവും പ്രത്യക്ഷമായതും എന്നാൽ പരോക്ഷമായതും അള്ളാഹുവാൻ. പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവായി കാണിച്ചു തന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം കാണിച്ചിട്ട് അല്ലാഹു പറയാൻ, ഞാനാണ് ഇതിൻ്റെ രക്ഷിതാവ്. ഒന്നും പടക്കാതിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാം പടച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ലാഹിറാൻ. ഓരോ ഇലയിലും ഓരോ ആറ്റത്തിലും മോളിക്യൂളിലും അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹിൻ്റെ സൃഷ്ടി വൈഭവം, ദ മാഗ്നിഫിഷൻസ് ക്രിയേഷൻ ഓഫ് അള്ളാഹ് സുബ്ഹാനഹു വ തആല എല്ലാറ്റിലും കാണാൻ കഴിയുകയാണ്. എല്ലാം അത്ഭുതമാണ്, എല്ലാം അത്ഭുതമാണ്. നമ്മുടെ കിഡ്നിക്കുള്ളിൽ എത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മൂത്രം, അതിൻ്റെ ഫിൽറ്ററിങ് നടക്കണമെങ്കിൽ 2 മില്യണോളം ക്രിയാറ്റിൻ നമ്മുടെ കിഡ്നിയിൽ ഓരോന്നിലുമുണ്ട്. അപ്പോൾ 2ലും കൂടെ വരുമ്പോൾ 4 മില്യൺ. എത്രയാണതൊക്കെ? ഓരോ ക്രിയാറ്റിൻ്റെ ഉള്ളിലും അതിൻ്റേതായ കണികകൾ. എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പ് നടക്കുന്നത്? എന്താ മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം? എത്ര വലുതാണ്, എത്ര വലുതാണ്. 1 മിനിറ്റ് വെള്ളത്തിൽ മുക്കിയാൽ തീരുന്നതാണ് ഈ മനുഷ്യൻ്റെ ജീവിതം. 1 മിനിറ്റിലേറെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ തീരൂലേ? ശ്വാസം കിട്ടാതെ മരിക്കും. അത്ര ദുർബലനാണ്. പക്ഷേ എന്താ മനുഷ്യൻ്റെ ഡയലോഗ്? സുബ്ഹാനല്ലാഹ്, എത്ര ദുർബലനാണ് മനുഷ്യൻ. പറയുന്ന വാക്കുകൾ എന്താ? ആരോടായി പറയുന്നത്? അള്ളാഹു പറയാ, ഫിർഔൻ ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്, ഖാറൂൻ അങ്ങനെ പറഞ്ഞു പോയ ആളാണ്, നമ്രൂദ് ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ്. അവർക്കതിൻ്റെ പര്യവസാനം അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഹുവല്ലാഹിർ, സർവ്വപ്രപഞ്ചവും കാണിച്ചിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെതിരെ കാണാൻ കഴിയുന്നില്ലേ? ഒരു പെയിൻറ്റിങ് കണ്ടാൽ, ഒരു ഡ്രോയിങ് കണ്ട, ഇതിപ്പോൾ ഇലക്ട്രോണിക് ഡ്രോയിങ് ആണ്, ഇത് ചെയ്ത ഒരാളുണ്ടല്ലോ. നമ്മുടെ IT സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തായിരിക്കും. ഇത് വെറുതെ വരുമോ? ഇല്ല. പ്രപഞ്ചമെന്ന പെയിൻറ്റിങ്, പ്രപഞ്ചമെന്ന ക്യാൻവാസ്, ഇതിലെ സൂര്യനും ചന്ദ്രനും വെളിച്ചവും പ്രഭയും അൾട്രാ വയലറ്റ് റേസും ഗാമ റേസുകളും ഓസോൺ ലെയറുകളും ഗ്യാസുകളും ഇതെവിടെ നിന്നുണ്ടായി? ഇതങ്ങനെ പൊട്ടിമുളച്ചതാണോ? ഹുവല്ലാഹിർ, ഇതിലൂടെയൊക്കെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലയോ? അതാണ് ലാഹിറിൻ്റെ അർത്ഥം. അല്ലാഹ് ഈസ് ഒബ്വിയസ്, അള്ളാഹു എല്ലാറ്റിലും വ്യക്തമാണ്. ഒരു സ്മോക്ക് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഫയറുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നുണ്ട്. ദൂരെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയാം, ആ തീ പിടിച്ചിട്ടുണ്ട്. തീ നീ കണ്ടോ? തീ ഞാൻ കണ്ടില്ല, പക്ഷെ പുക കണ്ടല്ലോ. പുക കണ്ടാൽ അതിൻ്റെ താഴെ തീ ഉണ്ടാവുന്ന ഉറപ്പല്ലേ? ഈ ബുദ്ധിയെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടു. ഈ സൂര്യനും പ്രപഞ്ചവും വെളിച്ചവും നിലാവും നക്ഷത്രവും മന്ദമാരുതനും ചൂടും തണുപ്പും കാറ്റും പൊടിക്കാറ്റും ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഇതിനൊരാൾ വേണ്ടേ? ഇത് വെറുതെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കൃത്യമായ സൈക്കിൾ ഓഫ് സീസൺ അള്ളാഹു വെച്ചിരിക്കുകയാണ്. ചൂട് ബോറടിക്കുമ്പോൾ തണുപ്പ് വരുന്നു, തണുപ്പ് ബോറടിക്കുമ്പോൾ ചൂട് വരുന്നു, അതിനെക്കുറിച്ച് മഴ തരുന്നു.
ഏതെല്ലാം കാലാവസ്ഥകൾ, ഏതെല്ലാം മില്യൺ കണക്കിന് സ്പീഷീസുകളാണ്, മറൈൻ സ്പീഷീസാണ് കടലിൽ കിടക്കുന്നത്. മില്യൺ കണക്കിന് തരം ഇനങ്ങൾ ഓരോന്നിലും കിടക്കുന്ന എത്ര മത്തിയുണ്ട്. അതെ, ഒരു മത്തി എന്ന് പറഞ്ഞ പോലെ, അയിലമീൻ എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നത് മില്യണിലേറെയാണ്. ഓരോന്നിനും എത്ര മെമ്പർമാരുണ്ടാകും? ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ? ഹുവല്ലാഹിറുവൽ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. ഇല്ലാത്തവർ വിചാരിക്കും അധികാരിയാണ് തരുന്നത്, അധികാരം കയ്യിലുള്ള ആളാണ്, നമ്മുടെ മാനേജറാണ്, നമ്മുടെ ജോബിൻ്റെ ആൾ, മൂപ്പർ വിചാരിച്ച എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അങ്ങനെ സംഭവമില്ല. നിങ്ങളുടെ റിസ്ക് അള്ളാൻ്റെ കയ്യിലാണ്. മാ യഫ്തഹില്ലാഹു മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ വിചാരിക്കേണ്ടത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ, അള്ളാഹു ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരികയാണെങ്കിൽ ഫലാ മുംസിക ലഹാ, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ ഈമാൻ ദുർബലമാണ്, എന്നാലും ഓലെ കൊണ്ട് പറ്റുമോ? കഴിയില്ല, അള്ളാഹു കണക്കാക്കിയതല്ലാതെ. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അള്ളാഹു എങ്ങാനും അത് പിടിച്ചു വെച്ചാൽ അത് അഴിച്ചു തരാനും തുറന്നു തരാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ഇങ്ങനെയാണ് മുഅ്മിൻ വിചാരിക്കുക, അങ്ങനെയാണ് വിശ്വാസികൾ കാണുന്നത്. ലഹുൽ ഖൽഖു വൽ അംർ, എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, എല്ലാ സൃഷ്ടിപ്പും നടക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് മുഅ്മിനിൻ്റെ വീക്ഷണം. അത് വിചാരിക്കല്ലത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. മുഅ്മിൻ്റെ വീക്ഷണം ലഹു, അള്ളാഹുവിനാണ്. അൽ ഖൽഖ്, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുക്ക് കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാക്കാൻ പറ്റും. അതിന് തന്നെ അള്ളാഹുവിനെ പറ്റി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ അതാണ്. അവിടെ ചിക്കൻ ആൻഡ് എഗ് ഡിബേറ്റ് ഇല്ല ഒരു മുസ്ലിമിന്. അള്ളാഹു സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെ. എന്താ ഈ വസ്തുവിന് അറബിയിൽ ഷൈ എന്ന് പറയാൻ കാരണം എന്താ? ഷാഅ യശാഉ, ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടായത് എന്നർത്ഥം കിട്ടാനാണ് വസ്തുവിന് ഷൈ എന്ന് തന്നെ പറയാൻ കാരണം. ഷൈ എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ്. ഈ വസ്തു ഉണ്ടായത് എപ്പോഴാണ്? മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ. മാഷാ അല്ലാഹു ഖാൻ, അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതുണ്ടായി. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടായതും ഇല്ല. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടിപ്പ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു എന്ന സംരക്ഷകൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണമേ മനുഷ്യർക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, ആർക്കും അള്ളാഹിൻ്റെ സംരക്ഷണമാണുള്ളത്. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ആരെയും അള്ളാഹു കൂട്ടിന് ചേർത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ അധികാരം റബ്ബിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒരാൾക്കും അതിൽ പങ്കില്ല. സാധാരണക്കാരനുമില്ല, ഒരു വലിയനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കില്ല. അത് റബ്ബിന് മാത്രമാണ്. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു അധ്യായം നമ്മെ പഠിപ്പിച്ച ദീർഘമായ ഹദീസിൽ വഅലം, അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക. ലോകത്തുള്ള മനുഷ്യർ മുഴുവനും, ഭൂതങ്ങളായ ഭൂതങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നീ എന്ന ഒരു മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് കരുതിയാൽ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അള്ളാഹു നിനക്ക് സംഭവിക്കണം എന്ന്, നിനക്കനുകൂലമായി നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം അള്ളാഹു നടക്കണം എന്ന് തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. ഇവരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല.
അതേപോലെ ലോകത്തുള്ള സർവരും കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. എല്ലാവരും അങ്ങ് കച്ചകെട്ടിറങ്ങി, എല്ലാവരും ഇറങ്ങി, സർവ്വ സോഷ്യൽ മീഡിയയും. ഒരാൾ പറഞ്ഞു, മുമ്പൊക്കെ എയർപോർട്ടുകളിലൊക്കെ ബാത്റൂമിൽ സിന്ദാബാദ് എഴുതിയിട്ട് പോകും ഫ്ലൈറ്റ് പോണിൻ്റെ മുമ്പ്. പല സങ്കടവും, അർബാബിനോടുള്ള ദേഷ്യവും, നാടിനോടുള്ള വൈരാഗ്യവും, ജോലിയോടുള്ള വെറുപ്പും ഒക്കെ വലിയ സിന്ദാബാദൊക്കെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മേലെ എഴുതി വെച്ച് പോവുക. അവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലായിരിക്കണതെന്നാണ്. ആ പരിപാടിയൊന്നും ഇപ്പം ഇല്ല, ഫേസ്ബുക്കിൽ എഴുതി വിട്ടാൽ മതി. എല്ലാവരും അങ്ങ് പ്രതിഷേധിച്ചത് വിചാരിക്കുക. എഴുതാൻ അറിയുന്നവരും അറിയാത്തവരും, സഭ്യമായ വാക്ക് ഉപയോഗിക്കുന്നവരും അസഭ്യം മാത്രം ഉപയോഗിക്കുന്നവരും, ഇവർക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാണ്, അങ്ങനെ എഴുതി വിടാം. അത് വല്ലാത്തൊരു സൗകര്യമാണ് പുള്ളിക്ക് കിട്ടിയത്. ബാത്റൂമിൻ്റെ മുന്നിൽ പോയിട്ട് വെറുതെ ഫ്ലൈറ്റ് ടൈം കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിൽപ്പെട്ടവരാണ്, ലോകത്തെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു എന്ന് വയ്ക്കുക. എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടു. ഒരൊക്കെ എഴുതാൻ തുടങ്ങി, ഒരൊക്കെ പറയാൻ തുടങ്ങി, നിയമ നടപടികൾ തുടങ്ങി. എന്തു തന്നെ സംഭവിച്ചാലും അള്ളാഹു നിനക്ക് സംഭവിക്കണം എന്ന് വിചാരിച്ച ഒരു ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കൂ. ഇവരാരും വിചാരിച്ചിട്ടും കാര്യമില്ല. എന്നിട്ട് പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്. എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. മഷി വറ്റിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം, the pens have been lifted and the ink has dried out. മഷി ഉണങ്ങിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ തവക്കുൽ. എന്തുകൊണ്ട്? അല്ലാഹു മാലിക്കുൽ മുൽക്കാൻ. മനുഷ്യൻ വിചാരിക്കും തനിക്കാണ് അധികാരമെന്ന്. ആ അധികാരം വെച്ച് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ തുനിയും. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ ആണ് അവിടെ സംഭവിക്കുന്നത്. സൂറത്ത് യൂനുസ്, حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس. അവരുദ്ദേശിച്ച പോലെ ഭൂമിയെ അലങ്കരിച്ച് മനോഹരമാക്കി കൊണ്ടുവന്ന് ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത്, ഭൂമി അലങ്കൃതമായി നിൽക്കുകയാണ്. എല്ലാ ശോഭയും ഭൂമിക്ക് കൈവന്നു. അങ്ങനെ അവർ വിചാരിച്ചു, അന്നഹും ഖാദിറൂന അലൈഹ, ഇതൊക്കെ നമ്മുടെ അധികാരത്തിലാണ്, ഇതൊക്കെ നമ്മുടെ കഴിവാണ് എന്ന് വിചാരിച്ച് വെച്ചപ്പോൾ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ, രാവിലോ പകലിലോ നമ്മുടെ തീരുമാനം അവിടെ എത്തുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം എത്തുന്നു. ഫജഅൽനാഹാ ഹസ്വീദാ, അള്ളാഹു അതിനെ മരുപ്പറമ്പാക്കി മാറ്റിക്കളയും. കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ വരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടോ എന്നുപോലും ചിന്തിക്കുന്ന വിധം, ഒരഡ്രസ്സുമില്ലാത്ത വിധം അള്ളാഹു അതിനെ തകർത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ അള്ളാഹു ചെയ്യുന്നില്ലയോ? മാലിക്കുൽ മുൽക്കിൻ്റെ അധികാരമാണത്. മാലിക്കുൽ മുൽക്ക്. ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാഉകൾക്ക് ഷർഹ് ചെയ്തിട്ടുണ്ട്. മുഖ്തസറായ ഷർഹാണ്. ഇമാം ഗസാലി തങ്ങളതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹുവല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി കൈഫ യശാഉ വകമാ യശാഉ. ആരാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹു എന്നറിയുമോ? അല്ലദീ തൻഫദു മശീഅതുഹു ഫീ മംലകതിഹി, തൻ്റെ അധികാര കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മുഴുവനും അവൻ്റെ ഉദ്ദേശമാണ് നടപ്പാകുന്നത്. കൈഫ യശാഉ വകമാ യശാ, എങ്ങനെ ഏതൊക്കെ രീതിയിൽ അള്ളാഹു ഇവിടെ ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ, അതെല്ലാം നടക്കുന്ന ഒരു ലോകമാണ് അള്ളാഹുവിൻ്റെ ലോകം. അവിടെയാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനൊരാൾ ഭയപ്പെട്ടാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ വാതിൽക്ക് പോയി നിൽക്കുക, എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരും. അത് തുറന്ന് കിട്ടാൻ വേണ്ടി ചെല്ലണ്ട. നിങ്ങളുടെ നൃത്തം ഖാലിസായ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിന് മുമ്പിലുള്ള സമർപ്പണമാണ്. അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ അതിന് അധികാരമുള്ളവനാണ്. ഞാൻ അവൻ്റെ അടിമയാണ്, ഞാൻ നിസ്കരിക്കണം. എക്സാമിൻ്റെ കാലത്ത് കുട്ടികൾ നിസ്കരിക്കും, ഖുർആൻ ഓതും, അത് കഴിഞ്ഞാൽ നിർത്തും. അങ്ങനെ അവരുടെ
ഏറ്റവും വലിയ ഉദാഹരണമാണ് വിസിറ്റ് വന്ന ജോലി കിട്ടണവരെ ഭയങ്കര വിഭാഗത്താകാരം. ജോലി കിട്ടിയ വൈക്ക് കാണൂല. പിന്നെ എന്തോ ഒരു ഖിലാസായിരിക്കുന്ന ഓരോ ദിവസം 3 ലക്ഷം സ്വലാത്ത് ചൊല്ലുന്ന ഇരുന്ന് ചൊല്ലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അസുഖം മാറാൻ ഏതെങ്കിലും ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു ദിവസം 5 അൽബക്കർ ഓതണം പറഞ്ഞാൽ ഇരുന്ന് ഓതും, നേരം വെളുക്കോളം ഇരുന്ന് ഓതും. ഖിഫ് ബിബാബില്ലാ ലാലി അൽ അള്ളാഹുവിൻ്റെ വാതിൽക്ക് പോയി നിൽക്കുകയാണ്. എന്തിനറിയോ? ലാലി അൻ തുഫ്തഹ ലക്കൽ അബ്വാബ്, ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല. അങ്ങനെ പോയി നിന്നാൽ തുഫ്തഹ ലക്കൽ അബ്വാബ്, അള്ളാഹു വാതിലുകൾ തുറന്നു തരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മുൽക്കും അധികാരവും അള്ളാഹുവിന് ഉടമസ്ഥപ്പെട്ടതാണ്. അവിടെ മറ്റാരെയും കൈകടത്താൻ അള്ളാഹു വിടുന്നില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. എന്നിട്ട് എന്താ പറയുന്നു? അന മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് ഞാനാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു ഡയറക്റ്റ് പറയുന്നൊരു ഡയറക്റ്റ് സ്പീച്ചായിരിക്കും അത്. പക്ഷെ അതിൻ്റെ മഅന അള്ളാഹുവിൻ്റേതാണ്, അതിൻ്റെ കലിമത്ത് റസൂലുള്ളാഹി തങ്ങളുടേതാണ്. അങ്ങനെ വരും. ഖുദ്സിയായ ഹദീസുകളുടെ വ്യത്യാസം തന്നെ അങ്ങനെയാണ്. അന മലിക്കുൽ മുലൂക്ക് വ മാലിക്കുൽ മുലൂക്ക്, ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ്, രാജാക്കന്മാരുടെ ഉടമസ്ഥനുമാണ്. ഖുലൂബുൽ മുലൂകി ബിയദി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. ഭരണാധികാരികളുടെ ഹൃദയം എൻ്റെ കയ്യിലാണ്. ഫഇന്നൽ ഇബാദ അത്വഊനി, അടിമകൾ എൻ്റെ ദാസന്മാർ, മനുഷ്യർ അവരുടെ രാജാക്കന്മാരുടെ അടിമകൾ, അവരുടെ പ്രജകൾ, രാജാക്കന്മാരുടെ പ്രജകൾ എന്നെ അനുസരിച്ചാൽ ഹൗവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഅഫ, അവരുടെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ കാരുണ്യവും വാത്സല്യവും വിട്ടുകൊടുത്ത് ആ ഹൃദയങ്ങളെ ഞാൻ മാറ്റും. ജനങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിച്ചാൽ ഭരണാധികാരികൾ അവർക്ക് അനുകൂലമായി അവരോട് കാരുണ്യം കാണിക്കുന്ന രീതിയിലേക്ക് വരും. എൻ്റെ ദാസന്മാർ എന്നെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഭരണാധികാരികൾ അവരോട് കോപിക്കുകയും അവരോട് പ്രതികാരമെടുക്കുകയും ചെയ്യും. വിഷയം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്താണെന്ന്. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങളോട് റഹ്മത്തുള്ളവരായി മാറും. നിങ്ങൾ എന്നെ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, ഫലാ തുഷ്ഗിലു അൻഫുസകും ബിസബ്ബിൽ മുലൂക്ക്, ഭരണാധികാരികളെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. ഭരണാധികാരികളെ ചീത്ത പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഫലാ തുഷ്ഗിലു അൻഫുസകും ബിസബ്ബിൽ മുലൂക്ക് വദഉ ലഹും ബിസ്സലാഹ്, അവർക്ക് നന്മ വരാൻ വേണ്ടി ദുആ ചെയ്തോളൂ. അവർ നന്മയുടെ ആളുകളാവട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കുക. അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഫഇന്ന സ്വലാഹഹും ബിസ്വലാഹിക്കും, അവർ നന്നാവുന്നത് നിങ്ങൾ നന്നാവുമ്പോഴാണ്. അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നന്നായ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്. നാളെ പടച്ചറമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ അധികാരം ആർക്കാണ്? ഇന്നത്തെ അധികാരം സർവേശ്വരനായ അള്ളാഹുവിനാണ്. അപ്പോൾ ഇന്നലത്തെ അധികാരം ആർക്കായിരുന്നു? അത് അള്ളാഹ് തന്നെയല്ലേ. ഭൂമിയിലെ അധികാരം അള്ളാഹ്ക്കായിരുന്നില്ലേ? പിന്നെന്തേ പരലോകത്തെത്തുമ്പോൾ മാത്രം അധികാരം എനിക്കെന്ന് പറയാൻ കാരണം? അതിൻ്റെ രഹസ്യം ദുന്യാവിലും അള്ളാഹ്ക്ക് തന്നെയാണ്. പക്ഷേ അത് പലരും അംഗീകരിച്ചിട്ടില്ല. പലരും വിചാരിച്ചു എനിക്കാണ് അധികാരം, തൻ്റെ കയ്യിലാണ് അധികാരം എന്ന്. പക്ഷെ എന്നാൽ അവിടെ എത്തുമ്പോൾ ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ രാജാക്കന്മാർ ഹാജരാക്കപ്പെടുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് അവർ നാളെ തിരിച്ചറിയും. അവരുടെ വോയിസ് അവിടെ കേൾക്കപ്പെടുന്നില്ല, അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ശരിയായ അധികാരം അള്ളാഹുവിന് തന്നെയാണെന്ന്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അനൽ ഹയ്യുല്ലദീ ലാ അമൂത്ത്, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യനെ കണ്ടു. കഅബാലയത്തിനടുത്തൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാർ വരും. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനൊക്കെ ഒരുപാട് നല്ല നല്ല ആളുകളുണ്ടാകും. ആ മനുഷ്യനെ കണ്ടപ്പോൾ ബൈനമാ അനാ തൂഫു ബിൽ ബൈതി ഇദ് റഅയ്തു റജുലൻ വഖഅ ഫീ ഖൽബി,
ഒരാളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. ഒരാളെ കണ്ടപ്പോൾ ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരിക്കണം എന്നെൻ്റെ കൽബിൽ തോന്നി. അപ്പം ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഫഖുൽതു ഹൽ തഖൂലു ലീ ശൈഅൻ യൻഫഉനില്ലാഹു ബിഹി, എനിക്ക് ഉപകാരം ലഭിക്കാനിടയുള്ള ഒരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ച്, എന്തെങ്കിലും ഒരു നല്ല കാര്യം പഠിപ്പിച്ചു തരുമോ? അദ്ദേഹം തവാഫിൽ തന്നെ തുടർന്നു. എനിക്ക് ഉത്തരവും തന്നില്ല. തവാഫൊക്കെ കഴിഞ്ഞു. മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഹിജ്ർ ഇസ്മായിൽ ഹസീമിൽ വന്നിരിക്കുകയാണ്. കഅബാലയത്തിൻ്റെ ഓപ്പൺ ഭാഗമാണ്, അതറിയാലോ, ആ ഒരു അരമതിലുള്ള സ്ഥലം. അവിടെ വന്നിരിക്കുകയാണ്, ഹിജ്റിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഹൽ തഖൂലു ലീ ശൈഅൻ യൻഫഉനില്ലാഹു ബിഹി, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരുമോ? ഒരു പക്ഷേ അതുകൊണ്ട് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയേക്കാം. ഉണ്ടാവും ചില വാക്കുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചുവെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, അല്ലാഹു എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയുമോ? നോക്കണം, ബാക്കിൽ കഅബയാണ്, ഹജറുൽ അസ്വദാണ്, റുക്കുനുൽ യമാനിയാണ്, മഖാം ഇബ്രാഹിമാണ്, സംസമാണ്, സഫയാണ്, മർവയാണ്. ഈ ഷആഇറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം എന്ന് മനസ്സിലിങ്ങനെ ഒന്ന് ഓർത്തു നോക്കുക. എന്താ അള്ളാഹു പറഞ്ഞത് എന്നറിയോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. ഒരു ഖുദ്സിയായ ഹദീസാ പറഞ്ഞു കൊടുക്കുന്നത്. അനൽ ഹയ്യുല്ലദീ ലാ അമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിപ്പുള്ള ഹയ്യാണ് ഞാൻ. അള്ളാഹു പറയാണ്, ഞാൻ മരിക്കൂല. നിങ്ങളൊക്കെ മരിക്കും. ഒരു ഓപ്പറേഷൻ കൈപ്പിഴ പറ്റിയാൽ മരിക്കും. അജലെത്തിയ എന്തായാലും മരിക്കും. അപ്പോൾ ഒരുപക്ഷെ അതിനൊരു അജലെത്താൻ കാരണം ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം, ഒരു ഓപ്പറേഷൻ കൈപ്പിഴയായിരിക്കാം, മരുന്ന് കുടിക്കാൻ മറന്നതായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. പെട്ടെന്നുണ്ടായ ഒരു ആഘാതമായിരിക്കാം. അള്ളാഹു മരിക്കൂല. അനൽ ഹയ്യുല്ലദീ ലാ അമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ഹയ്യാണ് ഞാൻ. ഹലുമ്മു അതീഊനി, നിങ്ങൾ എന്നെ വന്ന് അനുസരിച്ചേക്കണം. അജ്അലുകും അഹ്യാഅൻ ലാ തമൂതൂൻ, നിങ്ങൾക്ക് ഞാൻ മരണമില്ലാത്ത ജീവിതം തരാം. നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കും എന്നെ അനുസരിച്ചാൽ. അലിമീങ്ങൾ, സാദാത്യങ്ങൾ, ഔലിയാക്കന്മാർ, അവരൊക്കെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ എന്തേ അവർ ചെയ്തത്? അവർ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു എന്ന് മാത്രമാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അവർ ജീവിക്കുകയാണ്. അപ്പോൾ മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതം വേണമോ? എല്ലാവരും മരിക്കും, നിങ്ങൾക്കും മരണമുണ്ട്. പക്ഷേ ആ മരണത്തോടുകൂടെ നിങ്ങളുടെ ലെഗസി അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് അതിനുശേഷം ഒരു ജീവിതം വേണമെന്നുണ്ടോ? ഹലുമ്മു അതീഊനി, എന്നെ വന്ന് അനുസരിക്കണമേ. അല്ലാഹു പറയാൻ, അജ്അലുകും അഹ്യാഅൻ ലാ തമൂതൂൻ, മരണമില്ലാതെ നിങ്ങൾക്ക് ഞാൻ ജീവൻ തരാം. മരണത്തിന് ശേഷമുള്ള സൽകീർത്തി, നല്ല പേര് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന് മഹാന്മാർ പറയും. മരണത്തിന് ശേഷം ഒരു നല്ല പേര് നമുക്കുണ്ടാവുക, ഒരു പേരുണ്ടാവുക, ആളുകൾ നമ്മളെ ഓർത്ത് ദുആ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് നമ്മുടെ മരണശേഷം കിട്ടുന്ന മറ്റൊരു ജീവിതമാണ്. അനൽ മലിക്കുല്ലദീ ലാ അസൂൽ, ഹലുമ്മു അതീഊനി അജ്അലുകും മുലൂകൻ ലാ തസൂലൂൻ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അനൽ മലിക്കുല്ലദീ ലാ അസൂൽ, ഒരിക്കലും അധികാരം നഷ്ടപ്പെടാത്ത അധികാരിയാണ് ഞാൻ. എൻ്റെ കയ്യിലാണ് അധികാരം, അതാർക്കും എടുക്കാൻ കഴിയില്ല. ഹലുമ്മു അതീഊനി, നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണമേ. അജ്അലുകും മുലൂകൻ ലാ തസൂലൂൻ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരും. ആ അധികാരം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. നീങ്ങിപ്പോകാത്ത അധികാരം ഞാൻ തരാം. നിങ്ങൾ എന്നെ അനുസരിക്കണമേ. ഞാനാണ് ജീവിച്ചിരിക്കലേ. വലിയൊരു വാക്കാണത്. ഹറമിൻ്റെ മുമ്പിൽ വെച്ച് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഈ അധികാരത്തെക്കുറിച്ച്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരമമായ അധികാരത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിജയം, ഈ ഉമ്മത്തിൻ്റെ വിജയം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്.
അള്ളാഹു അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ത്വാഅത്തിലൂടെയാണ്, അനുസരണയിലൂടെയാണ്. അതുകൊണ്ടാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്, നിസ്കാരത്തിലേക്കാണ് ഹബീബ് നീങ്ങാറുള്ളത്, നിസ്കരിക്കാനാണ് നബി തങ്ങൾ നീങ്ങുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? ആ വിഷയം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതുവില്ലാഹുസ് സമാവാതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു ആകാശ ലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കും. ഇതൊക്കെ ചുരുട്ടും. ഒരു പായയിൽ കുറേ ബോളുണ്ടെങ്കിൽ എങ്ങനെയാ ചുരുട്ടുന്ന പോലെ അള്ളാഹു ചുരുട്ടും. അള്ളാഹുവിൻ്റെ യുംനയായ കയ്യിൽ, വലത് കയ്യിൽ, വക്കിൽതായദാഹു യമീനതാൻ, അള്ളാഹുവിൻ്റെ കയ്യിൽ അതിനെ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐനൽ ജബ്ബാറൂൻ, ധിക്കാരികളായ ആളുകൾ എവിടെ? ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ എവിടെ? എന്നിട്ട് അള്ളാഹു സർവമാന ഗോളങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിൻ്റെ ഷിമാലിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, അള്ളാഹുവിനെ അനുസരിക്കാനും അംഗീകരിക്കാനും മനസ്സ് വരാതെ അഹങ്കരിച്ച ആളുകൾ ആരൊക്കെയാണ്, എവിടെയാണ്? ആരും അതിന് ഉത്തരം പറയുന്നില്ല. എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് മറുപടി വരില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, തേങ്ങലും വിങ്ങലുമല്ലാതെ നാളെ പരലോകത്ത് ആരുടെയും ശബ്ദം പുറത്തു കേൾക്കില്ല. കോടിക്കണക്കിന് ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ മഹ്ശറിൽ നിൽക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, കാരുണ്യവാൻ അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഖശഅത്തിൽ അസ്വാത്, ഒരു ശബ്ദവും അവിടെ ഉണ്ടാവില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു പിന്ന് വീണാൽ അവിടെ കേൾക്കാം, അങ്ങനത്തെ സൈലൻസ്. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, മനുഷ്യൻ്റെ ശ്വാസമല്ലാതെ, തേങ്ങലല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നാളെ അല്ലാഹു ആരെയും അതിക്രമം ചെയ്യുന്നവനല്ല, ഒരാളോടും അല്ലാഹു അനീതി ചെയ്യുന്നവനല്ല. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, കൃത്യമായ നീതിയുടെ തുലാസ് അല്ലാഹു നാട്ടുകയും ആ തുലാസിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളെ അല്ലാഹു തൂക്കി നോക്കുന്നത്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളോടും ഒരനീതിയും എന്ന് കാണിക്കപ്പെടുന്നതല്ല. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്, അള്ളാഹുവിൻ്റെ അധികാരം അന്ന് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അത് അള്ളാഹുവിൻ്റെ മാത്രമാണ്. ലിർറഹ്മാൻ, അന്നത്തെ യഥാർത്ഥമായ അധികാരം കാരുണ്യവാന് മാത്രമാണ്. വകാന യൗമൻ അലൽ കാഫിരീന അസീറാ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിഷേധികൾക്ക് അത് വല്ലാത്ത പ്രയാസമുള്ള ദിവസമാണ്, അത് എളുപ്പമല്ല. ആ ഒരു നാളേക്ക് വേണ്ടിയാണ് അള്ളാഹു എല്ലാം മാറ്റിവെക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ അധികാരത്തിൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മാലിക്കുൽ മുൽക്കാണെന്ന് പറയുമ്പോഴും അവിടെയും റഹ്മത്ത് കൂടെയുണ്ട്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അന്നത്തെ ഹഖായ അധികാരം കാരുണ്യവാനാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ റഹ്മത്ത് അവൻ്റെ അധികാരത്തിൽ പ്രതിഫലിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് തആല അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു